ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മോട്ടിവേഷൻ വീഡിയോയോ വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ വീണ്ടും പഴയ ട്രാക്കിലോട്ട് കയറി, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഡിഗ്രിയുടെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് 2021 മുതൽ, അതായത് ഇപ്പോൾ ഈ ഒരു PSCയുടെ കുറച്ച് പരിഷ്കാരങ്ങൾ മാറിയ ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയം മുതൽ നടന്നിട്ടുള്ള 2021 മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു സീരീസ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് നമുക്ക് ചെയ്തു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് 2021 ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യം ഏതാണെന്ന് നോക്കാം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്വം നിർത്തലാക്കി. ഓക്കെ, താഴെ പറയുന്ന ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, എന്താണ്? അതായത് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. അതുപോലെ തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അതിൽ KP വള്ളോൻ, പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ, ഉച്ചി പതിപ്പ്, CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി, TK മാധവൻ, ധന്വന്തരി. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത്. അതായത് 1, 2, 3 ആണ് ശരി. 1, 2, 3 എന്ന് പറയുമ്പോൾ എന്താണ്? KP വള്ളോൻ, പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെൻറ്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു പട്ടം A താണുപിള്ള. കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് രൂപീകരണത്തിനായുള്ള സമരങ്ങളെപ്പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം. അക്കാമ ചെറിയാൻ്റെ പേര് ഉത്തരവാദിത്വമുള്ള കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് R സുഗതൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 1, 2, 3 ആണ്. അതായത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പട്ടം താണുപിള്ളയാണ്. കേരളത്തിൽ ഉത്തരവാദിത്വമുള്ള ഗവൺമെൻറ് രൂപീകരണത്തിനായിട്ടുള്ള സമരങ്ങളെപ്പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം എന്ന് പറയുന്നത്. അക്കാമ ചെറിയാൻ്റെ പേര് ഉത്തരവാദിത്വമുള്ള കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഉൽഗുലാൻ മൂവ്മെൻറ്റ്, സഫാഹാർ മൂവ്മെൻറ്റ്, കാച്ചാനാഗ റിബലിയോൺ, ഗാദാർ മൂവ്മെൻറ്റ്. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 4 മാത്രം. അതായത് ഗാദാർ മൂവ്മെൻ്റ് ആണ് താഴെ പറയുന്നവയിൽ ഒരേ വിഭാഗത്തിൽ പെടാത്തത്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഗാദാർ മൂവ്മെൻറ്റ്. 4 മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ചിപ്കോ മൂവ്മെൻറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻ്റ് ആണ്. ചിപ്കോ മൂവ്മെൻറ്റ് സർവോദയ മൂവ്മെൻറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗര ദേവി. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 1 മാത്രമാണ് ശരി അല്ലാത്തത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. ശരിയായതാണോ ചോദിച്ചിരിക്കുന്നത്, ശരി അല്ലാത്തതാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൽ എന്താണ്? അതായത് ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അത് ശരിയല്ലാത്തൊരു പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക്? കണ്ടോ, അതായത് ഉപയോഗിക്കുന്ന വാക്കല്ല ചോദിച്ചിരിക്കുന്നത്, സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് കരോരി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, കരോരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 days that
ഷുക്കെ ദ വേൾഡ് ഫ്രഞ്ച് വിപ്ലവമായിട്ട് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 1, 2, 3 ശരിയെന്ന് പറയുന്നത്. എന്താണ്? ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ളതല്ല, തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. WTO അല്ലേ, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 3 മാത്രം എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണ് അല്ലേ? അല്ല. അപ്പോൾ അത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് WTO ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, റിത്തെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു. ഓക്കെ, പ്രൈഡ്സ് പെർജ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് 1, 2, 3 എന്താണ്? ടെന്നീസ് കോർട്ട് സത്യം എന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, റിത്തെ, ടിത്തെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ഓക്കെ, ഓപ്ഷൻസ് എന്താണ്? ഈ ബില്ലിൻ്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സബ്സിഡിയാണ്. ഈ ബില്ല് ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. AAI അല്ലേ, അതായത് അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിൻ്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒന്നിച്ച് നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 1, 2, 3, 4 ശരിയാണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ലുമായിട്ട് സംബന്ധിക്കുന്ന പ്രസ്താവനകളാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഓക്കെ, പ്രസ്താവന 2 തന്നിട്ടുണ്ട്. അതിൽ ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതകങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവും ആണ്. ഓക്കെ, ഓപ്ഷൻ ബി നോക്കാം. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതകങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക. ഓക്കെ, ഇതിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന ബി എന്ന് പറയുന്നത് പ്രസ്താവന എയെ വിശദീകരിക്കുന്നു. അതായത് പ്രസ്താവന എയുടെ വിശദീകരണമാണ് പ്രസ്താവന ബി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പാറ്റ്ലാൻഡ്സ് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്? ഓക്കെ, പാറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്? ആൻസർ എന്താണ് വരുന്നത്? നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ആരവല്ലീസ്, കാശ്മീർ, ഹിമാലയ, ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ, താർ മരുഭൂമി. ഓക്കെ, ഏതിൻ്റെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യയുടെയാണ് പാറ്റ്ലാൻഡ്സ് എന്നത്. ഇതിൻ്റെ ഛോട്ടാ നാഗ്പൂരിൻ്റെ സ്വഭാവ സവിശേഷതയാണ് പാറ്റ്ലാൻഡ്സ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഇസോഹ ലൈൻസ് എന്നാൽ ഒരേപോലുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഓക്കെ, അതായത് ഇസോഹ ലൈൻസ് എന്ന് പറയുന്നത് എന്തിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ലവണാംശം ഒരേപോലുള്ള ലവണാംശത്തെ ബന്ധിപ്പിക്കുന്ന വരകളാണ് ഇസോഹോ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെൻറ്റ് ആണ്. അതായത് പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെൻ്റ് ആണെന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ്സ്? ഓക്കെ, അപ്പോൾ GIS സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ്സ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് QGIS ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്, QGIS. അടുത്ത ക്വസ്റ്റ്യൻ, GDPയുടെ ഘടക ചിലവ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് GDP at MP
മൈനസ് അറ്റ പരോക്ഷ നികുതി. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിൽ തന്നെ ഞാൻ ഇതിൻ്റെ എക്കണോമിക്സ് വേറെ, അതായത് 2021 മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ളതിൽ എക്കണോമിക്സ് വേറെ, നമ്മളുടെ അതുപോലെ കമ്പ്യൂട്ടർ വേറെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ, അങ്ങനെ ഞാൻ ഡിഫറെൻ്റ് ഇതായിട്ട് ഞാൻ മാറ്റിയിട്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. നിങ്ങളൊരു പെർട്ടിക്കുലറായിട്ട് ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ തിരയുന്നത്, അതായത് എക്കണോമിക്സിൻ്റെയാണ് അല്ലെങ്കിൽ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസാണ് വേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാർ ചാനലിൻ്റെ താഴോട്ട് പോവുക. അതായത് ഞാൻ ഫസ്റ്റ് ചെയ്തു തുടങ്ങിയിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴോട്ട് പോവുക. താഴോട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെയൊക്കെ തന്നെ, അതായത് ഡിഗ്രി ലെവലിൻ്റെയൊക്കെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ 10th ലെവലിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അത് മാത്രമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പോയി നോക്കുക കേട്ടോ, അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ആണല്ലേ, അതായത് GDP അറ്റ് MP മൈനസ് അറ്റ പരോക്ഷ നികുതി. ഓക്കെ, ഇതാണ് GDPയുടെ ഘടക ചിലവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽപ്പാദക ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? ഉൽപ്പാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അതായത് സ്ഥലവും മൂലധനവും. ഉൽപ്പാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഓപ്ഷൻ ഡി ആണ്, സ്ഥലവും മൂലധനവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക വിതരണം കുറയ്ക്കുന്നത്? ഓക്കെ, അതായത് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വാങ്ങുന്നത്, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ RBIയിൽ നിന്നുള്ള കടം വാങ്ങൽ, ഇതൊന്നുമല്ല. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഇത് എല്ലായ്പ്പോഴും ബാങ്കിൻ്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഇത് ഈടാക്കുമ്പോൾ പാർശ്വസ്ഥങ്ങൾ ഉണ്ടാവാറില്ല. ഓക്കെ, ഇതിൽ ആൻസർ എന്താണ്? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, അതായത് 1, 2, 3 ആണ്. അതായത് ഇത് എല്ലായ്പ്പോഴും ബാങ്ക് റേറ്റിൽ കുറവാണ്, ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്, ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ഡെഫിസിറ്റ് ധനകമ്മി എന്നാൽ എന്താണ്? ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് ധനകമ്മി എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. ഓക്കെ, അതായത് മുഴുവൻ രസീത് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്നാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓക്കെ, അതായത് നമുക്ക് അത്യാഹിതം പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ അല്ലേ, മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, അതായത് ആർട്ടിക്കിൾ 358. ഓക്കെ, ആർട്ടിക്കിൾ 358 ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ളത്? ഓക്കെ, ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ എന്നിവയാണ് ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത്. ഓക്കെ, അതായത് പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷം. ഓക്കെ, പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷമാണ് പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യം ആയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങളായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, അതായത് 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്. ഓക്കെ, അതായത് 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരി അല്ലാത്തത്? ഓക്കെ, ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം പാർലമെൻറ്റിൻ്റേതാണ്. അതാത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. ഓക്കെ,
ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥ ഉണ്ട്. ഓക്കെ, അത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥയെ നിർണ്ണയിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ പാർലമെൻ്റ് ആണ് സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സിവിൽ സർവീസുകാർ ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 311. ഓക്കെ, അപ്പോൾ സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 311 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത്, 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത്, ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്നിടത്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 1ഉം 2ഉം മാത്രം. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ, അതുപോലെ തന്നെ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത്. ഓക്കെ, ഇങ്ങനെയുള്ളവിടെ അപേക്ഷകന് ഫീസ് ഇല്ലാതെ തന്നെ വിവരാവകാശ നിയമം നൽകപ്പെടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വിലപേശാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. വിലപേശാനുള്ള അവകാശം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, വിലപേശാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഭരണഘടനാ ബോഡിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ അല്ല, അധികാര ഭരണഘടനാ ബോഡി ആണ്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓക്കെ, അതായത് കേരളം മണ്ണും മനുഷ്യരും. ഓക്കെ, കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡോക്ടർ TM തോമസ് ഐസക്. ഓക്കെ, ഡോക്ടർ TM തോമസ് ഐസക് ആണ് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? ഓക്കെ, താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് CP അച്യുത മേനോൻ. ഓക്കെ, അച്യുത മേനോനാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? അതായത് ആരുമായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഗീത നൈഷാദം. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. TC അച്യുത മേനോൻ. ഓക്കെ, TC അച്യുത മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. പിക്ചർ, അതായത് പിക്ചർ അല്ല കേട്ടോ, പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബേസ്ബോൾ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ബേസ്ബോൾ ആണ് ആൻസർ എന്ന് പറയുന്നത്. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? കൊടുപ്പുന്ന എന്ന് പറയുന്നത് ആരുടെ തൂലികാനാമമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഗോവിന്ദ ഗണകൻ്റെ തൂലികാനാമമാണ് കൊടുപ്പുന്ന എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ഓക്കെ, ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അഞ്ജലി ഭഗവത്. ഓക്കെ, അഞ്ജലി ഭഗവത് ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് 2004 ഏതൻസ് ഒളിമ്പിക് ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് മെഡൽ നേടിയത്. ഓക്കെ,
ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് റസിയ ശബ്ദം. റസിയ ശബ്ദമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെ വെച്ചിട്ടാണ്? അതായത് ഇന്ത്യയിൽ എവിടെയാണ് നടന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താണ് 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ്? ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹൈദരാബാദ് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് ICC വനിതാ വേൾഡ് കപ്പിൻ്റെ 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഗേൾ ഗാങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിൻ്റെ CPU-യിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ CPU-യിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ആൻസർ ഓപ്ഷൻ ബി രജിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. OMR ആണ് കേട്ടോ. OMR ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ഈ കമ്പ്യൂട്ടർ ഇപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ ഈ കമ്പ്യൂട്ടർ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണണേ. അപ്പോൾ ഇതൊക്കെ അതിൽ കമ്പ്യൂട്ടർ മാത്രമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തിരയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കമ്പ്യൂട്ടർ സെക്ഷൻ മാത്രം നിങ്ങൾ തിരയുകയാണെന്നുണ്ടെങ്കിൽ ചാനലിലുണ്ട്. ലാസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 10-20 വീഡിയോസിൻ്റെ താഴെയായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതവിടെ നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, OMR. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി എന്താണ്? ഓക്കെ, അതായത് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. NIC ആണ് ആൻസർ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ടേൺ അറൗണ്ട് സമയം. എന്താണ്? ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ഓപ്ഷൻ ഡി ടേൺ അറൗണ്ട് സമയം എന്ന് പറയുന്നത്. ഓക്കെ, ടേൺ അറൗണ്ട് സമയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സെലക്ട് ടാഗാണ് കേട്ടോ. അതായത് സെലക്ട് ടാഗാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കോൺവെർസേഷൻ ഓഫ് നേച്ചർ, അതായത് IUCNൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? IUCNൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്വിറ്റ്സർലൻഡാണ്. ഓക്കെ, സ്വിറ്റ്സർലൻഡിനാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പരിസ്ഥിതി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ISO 14001. ഓക്കെ, ISO 14001 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്റ്റാർഡസ്റ്റ് 1.0. ഓക്കെ, 1.0 സ്റ്റാർഡസ്റ്റ് 1.0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണ്? ഓക്കെ, ഒരേ സമയം, അതായത് DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിനാക്ക. ഓക്കെ, പിനാക്കയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജ്ജത്തിൻ്റെ ഉറവിടം? ഓക്കെ, പുതുക്കാവുന്ന ഊർജ്ജത്തിൻ്റെ ഉറവിടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സോളാർ എനർജി. ഓക്കെ, സോളാർ എനർജിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇനി മുതൽ ഇത് കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടൊരു ടോപ്പിക്കിൻ്റെ, അതായത് എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ മാത്സ് പോലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ അതായത് ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ മാക്സിമം വേണ്ടത്, അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഡിഗ്രി ലെവലിലാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 10th ലെവൽ എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഞാൻ മലയാളം ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഷോർട്സ് ആയിട്ട് വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. നിങ്ങൾക്ക് നന്നായി ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ.